കൊല്ലത്ത് ഇടിമിന്നലേറ്റ് വീടുകൾക്ക് നാശനഷ്ടം. വെട്ടിക്കവല ഉളിയനാട് ഈസ്റ്റിൽ 3 വീടുകൾക്ക് കേടുപാട് പറ്റി. വൈദ്യുതോപകരണങ്ങൾ നശിച്ചു. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നത്. സുജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഉച്ചയ്ക്ക് 1:30 പെയ്ത മഴയ്ക്കൊപ്പമാണ് ഇടിമിന്നലും ഉണ്ടായത്. ഈ ഇടിമിന്നലേറ്റാണ് വെട്ടിക്കവല ഉളയനാട് വാർഡിലെ വിവിധ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വെട്ടിക്കവല ഉളയനാട് ഈസ്റ്റ് വാർഡിലുള്ള ബിജു യോഹന്നാൻ, അതുപോലെ കുഞ്ഞേലി, ഉമ്മൻ ഇടുക്കുള എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. ഇവരുടെ വീടുകളിലെ വൈദ്യുത ബന്ധം തകരാറിലാവുകയും ഒപ്പം തന്നെ നിരവധി വൈദ്യുത ഉപകരണങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. പ്രദേശത്ത് നിന്ന ചില മരങ്ങൾക്കും ഇടിയേറ്റു. ഒരു തെങ്ങ് പൂർണ്ണമായും ഇടിയേറ്റ് തകർന്നിട്ടുണ്ട്. പോലീസിൽ വിവരമറിയിച്ചനുസരിച്ച് പോലീസ് അടക്കം സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തുകയാണ്. ഏതായാലും പ്രദേശത്തെ മറ്റിടങ്ങളിലും ഇടി വ്യാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വെട്ടിക്കവല പഞ്ചായത്തിലെ വാർഡിലെ ഉളിയനാട് ഈസ്റ്റ് വാർഡിലെ 3 വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഉന്മേഷ്. ശരി സുജിത്ത്, ഏതായാലും ഇപ്പോൾ ആ വീട്ടുകാരുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി ഇനി. വലിയൊരു ബോംബിട്ട് പോകേണ്ട ഒരു സൗണ്ട് കേട്ടു. ഞാനങ്ങനെ ചാടി എണീച്ച് വന്നപ്പോഴത്തേനാ മൊത്തം പൊട്ടിത്തെറിച്ച് കത്തുന്നതിൻ്റെ സ്മെല്ല്, വയറ് കത്തുന്ന സ്മെല്ല് പോലെ വന്നു. ഇവിടെ വന്നപ്പോൾ ഭിത്തി മൊത്തം പൊട്ടി ഇങ്ങനെ ഇളവി കിടക്കുക. അതിനോട് ചേർന്ന് നിൽക്കുന്നതായ തെങ്ങ് വലിയൊരു തെങ്ങാണ്. ആ തെങ്ങിൻ്റെ നടുഭാഗം 2 ഭാഗത്തായിട്ട് തെങ്ങ് പൊട്ടി അതിൻ്റെ തെങ്ങിൻ ചോറ് പുറത്തു വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ വീട്ടിൽ അന്നേരം ഗ്രഹനാഥം മാത്രമാണ് ഉണ്ടായിരുന്നത്. ജീവന് ഭീഷണിയില്ലാത്ത രീതിയിൽ, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ സുരക്ഷിതമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.